ഹരേ കൃഷ്ണ. നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ലേ? കടബാധ്യതകൾ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുക്കളയിലുള്ള ഈ ഒരു ചെറിയ വസ്തുവിനെ നിങ്ങളുടെ ഭാഗ്യം മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ആരോടും പറയരുത്. പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണിത്. വെറും 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നറിയാൻ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ഊർജ്ജമുണ്ട്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കാൻ വലിയ വഴിപാടുകൾ മാത്രം മതിയോ? അല്ല. നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയും പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാനുള്ള നമ്മുടെ കഴിവും പ്രധാനമാണ്. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഏലക്കായ. സുഗന്ധമുള്ള വസ്തുക്കൾ എവിടെയുണ്ടോ അവിടെ ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം. ദൈവാനുഗ്രഹത്തിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനെയോ ഇഷ്ടദേവിയെയോ സ്മരിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ആ ഭഗവത് നാമം എഴുതിയിട്ടാലും. വെള്ളിയാഴ്ച ദിവസം പുലർച്ചെ കുളിച്ച് ശുദ്ധിയായ ശേഷം 3 ഏലക്കായ എടുക്കുക. ഇത് ഒരു പച്ച പട്ടുതുണിയിലോ അല്ലെങ്കിൽ പുതിയൊരു വെളുത്ത തുണിയിലോ പൊതിയുക. ഇത് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ലോക്കറിലോ വയ്ക്കുക. ഏലക്കായയുടെ സുഗന്ധം പണത്തെ ആകർഷിക്കുന്ന പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കും. ഈ ലക്ഷണം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ പണം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. അതായത് അകാരണമായി വീട്ടിൽ നല്ലൊരു സുഗന്ധം അനുഭവപ്പെടുന്നത് ഐശ്വര്യത്തിൻ്റെ വരവാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു ചെറിയ കഷ്ണം പച്ച പേപ്പർ എടുക്കുക. അതിൽ ചുവന്ന മഷി കൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണോ അത് എഴുതുക. വ്യക്തമായി എഴുതണം. ആ പേപ്പറിനുള്ളിൽ ഒരു ഏലക്കായ മടക്കി വെച്ച് അത് നിങ്ങളുടെ തലയിണയുടെ താഴെ വയ്ക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഏത് ആഗ്രഹമാണോ നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയത് ആ ആഗ്രഹം നടന്നതായി മനസ്സിൽ ധ്യാനിക്കുക. ഇത് പ്രപഞ്ചത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹം എത്തിക്കാനുള്ള എളുപ്പ വഴിയാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ആയിരിക്കും പണം വരുന്നത് തടയുന്നത്. ശനിയാഴ്ചകളിൽ ഉപ്പുവെള്ളം കൊണ്ട് വീട് തുടയ്ക്കുന്നതും വൈകുന്നേരങ്ങളിൽ കർപ്പൂരം കത്തിക്കുന്നതും ദോഷമകറ്റാൻ സഹായിക്കും. ഓർക്കുക, ഇത് കേവലം ഒരു ചടങ്ങല്ല. നമ്മുടെ വിശ്വാസമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വിശ്വാസത്തിനാണ് ഏറ്റവും വലിയ ശക്തി. കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ. മാറ്റം നിങ്ങളെ തേടിയെത്തും. ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമായി മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. കഠിനാധ്വാനത്തിന് പകരമല്ല ഇത്. അതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസവും ഭഗവത് നാമവും ഭഗവത് സ്മരണയൊക്കെ വേണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും ഒരു വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.